എറണാകുളം കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ പീഡനത്തിനിരയായ സംഭവത്തിൽ കുട്ടികളുടെ അമ്മയ്ക്കെതിരെ കേസ്. പീഡന വിവരം മറച്ചുവെച്ചതിന് മദ്യം കഴിക്കാൻ പ്രേരിപ്പിച്ചതിനുമാണ് കേസെടുത്തത്. കുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയാണെന്ന് ആൺസുഹൃത്ത് ധനേഷ് മൊഴി നൽകിയിരുന്നു. ധനേഷിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഗുഡ് മോർണിംഗ്. നമ്മൾ എപ്പോൾ സംസാരിച്ചാലും നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇത്. കാരണം 10-12 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ നിരന്തരമായ പീഡനത്തിനിരയായത്. അതിന് പിന്നിൽ അമ്മയുടെ അറിവ് കൂടി ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ അതൊരു അസാധാരണ സംഭവം കൂടിയാണ്. നമ്മളെ ഒരുപാട് അലോസരപ്പെടുത്തും, അസ്വസ്ഥതപ്പെടുത്തും എന്നുള്ളതാണ് സാഹചര്യം. എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത്? ആജ്ഞ, പോലീസ് എന്താണ് പറയുന്നത്? അവരുടെ നീക്കം. ഗുഡ് മോർണിംഗ് ആര്യ. ആര് സൂചിപ്പിച്ചതുപോലെ ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുകയും ഈ 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ 8-10 വയസ്സുള്ള കാലഘട്ടം മുതൽ പീഡിപ്പിക്കപ്പെടുകയാണെന്നുള്ള തിരിച്ചറിവൊക്കെ വല്ലാണ്ട് സമൂഹത്തെ അലോസരപ്പെടുത്തുന്നത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ അമ്മ കൂടി അതിന് കൂട്ടുനിന്നു. കാരണം അച്ഛൻ മരിച്ചിട്ട് 2 വർഷത്തോളമായി. ഇതിനിടയിൽ രണ്ടാനച്ഛൻ്റെ റോളിൽ കടന്നു വന്ന ആളുടെ മുന്നിലേക്ക് കുഞ്ഞുങ്ങളെ അമ്മ എറിഞ്ഞു കൊടുക്കുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കുന്നത് തന്നെ ആ അമ്മ ആയിരിക്കണം. അവരുടെ വിശ്വാസവും എല്ലാം അങ്ങനെ തന്നെയായിരിക്കണം. ആ അമ്മയാണ് അവരുടെ സംരക്ഷണ കവചം, അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ കവചം ആ അമ്മയാണ്. ഈ അമ്മ പ്രൊട്ടക്ട് ചെയ്യേണ്ട അമ്മ അവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം കുഞ്ഞുങ്ങളോട് അശ്രദ്ധയോടെ പെരുമാറുകയോ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മറ്റൊരാൾക്ക് ഇത്തരം ശാരീരിക ഉപദ്രവത്തിനും ലൈംഗിക ഉപദ്രവത്തിനുമായി വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നത് അങ്ങേയറ്റം ക്രൂരത എന്ന് വേണം പറയാൻ. അത് അത്തരം കാര്യത്തിൽ പോലീസിന് ഈ കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ മുതൽ ആ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ആ സംശയം കൃത്യമാക്കുന്ന ദൂരീകരിക്കുന്ന തരത്തിലേക്കുള്ള മൊഴിയാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നും ധനേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല, കുട്ടികളുടെ അധ്യാപികയും ഈ കേസ് നമുക്കറിയാം, ഈ കേസ് വന്നത് തന്നെ അല്ലെങ്കിൽ ഈ പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് തന്നെ ഈ കുട്ടി സഹപാഠിക്ക് എഴുതിയ കുറിപ്പ് അധ്യാപികയുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്. അതിൽ തന്നെ അധ്യാപികയ്ക്ക് മനസ്സിലായി കുഞ്ഞുങ്ങൾ 2 പേരും പീഡിപ്പിക്കപ്പെടുകയാണെന്ന് മനസ്സിലായി. തുടർന്നാണ് അധ്യാപിക പോലീസിൽ അറിയിക്കുന്നതും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കേസിന്റെ പുരോഗതി ഇപ്പോൾ ഉള്ള അത്രയും അധ്യാപികയുടെ മേൽനോട്ടത്തിലാണ് സംഭവിച്ചത്. അധ്യാപികയും പറയുന്നുണ്ട്, കുട്ടികൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്കറിയാം ഈ ധനേഷ് പീഡിപ്പിക്കുന്ന വിവരം അമ്മയ്ക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. 3 മാസം മുൻപ് വരെ 3 മാസങ്ങൾക്ക് മുൻപ് ധനേഷ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതായിട്ട് അമ്മ അറിഞ്ഞിരുന്നു എന്നാണ് ധനേഷ് പോലീസിന് നൽകിയ മൊഴി. അതുപോലെ കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളും പറഞ്ഞിരുന്നു അമ്മ പീഡിപ്പിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നു എന്ന് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് മദ്യം കൊടുക്കുന്ന ഒരു തരത്തിൽ 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ലഹരിക്ക് അടിമയാക്കുന്ന ഒരു സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശരിക്കും ഇതൊക്കെ സമൂഹത്തിൽ തന്നെയാണോ സംഭവിക്കുന്നത്? അമ്മമാരാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും അമ്മയുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജഡ്ജ് ആക്ട് പ്രകാരമാണ്, പുതിയ നിയമം ജഡ്ജ് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് അമ്മയ്ക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അമ്മ ഇപ്പോൾ റിമാൻഡിലാണ്. ആര്യ. യെസ്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലാണോ ഇതൊക്കെ നടക്കുന്നത് എന്നൊരു നിമിഷം നമ്മൾ ആലോചിച്ചു പോകുന്ന വാർത്തകൾ, അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.